അപ്പോ നമുക്കിന്ന് മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എൻ്റെ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ വീഡിയോ ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ അനൗൺസ്മെന്റും എന്താണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം. രണ്ടാമത്തത് ഫസ്റ്റ് വീക്കിന്റെ പ്രോഗ്രസ്സും, മൂന്നാമത്തത് ക്ലൗഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പൊ 4ാമത്തെ വീഡിയോ ആയിട്ട് ഇത് പറയാം. മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ആണ്. ഒറ്റ വേർഡായിട്ടിടണോ ശരത്? ഒറ്റവേട് അല്ലേ? അതല്ല ആണ് ഞാനങ്ങനെ ശരിക്കും മറ്റേ ഗ്രീക്ക് ലെറ്റർ ഏതാണ്ട് മ്യൂ സർവീസസ് എഴുതിയാൽ മതി അല്ലെ? മൈക്രോ കൺട്രോളർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ 2015 ഒരു കട്ട് ഓഫ്. അപ്പൊ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ഇന്നാളെ ആരോ 2005 പറഞ്ഞിട്ടു. അപ്പൊ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് 2006 ജിം ബെസോസ്, അതായത് ജെഫ് ബെസോസ്, മറ്റേ ഒന്ന് നോക്കിയ പേര് ജിം ബെസോസ് ആണോ ജെഫ് ബെസോസ് ആണോ? ജെഫ്. JEF. ബെസോസ് Amazon.com എന്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ പയനിയർ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ടേം ആരോ അതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോയിൽ ഇന്നലെ കണ്ടു, യോഗിത ശർമ്മയുടെ വീഡിയോയില്. Perhaps he coined the term microservices. അപ്പൊ ഇത് പുള്ളിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് Amazon.com 2 weeks എടുക്കുമായിരുന്നു between the releases. ഓക്കെ, 2 weeks റിലീസ് സൈക്കിളാണ് ഉണ്ടായിരുന്നത് in 2006. ഒരു മോണോലിത്ത് ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ അവര് by 2014 ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, 55 million ചേഞ്ചസ് പെർ ഇയർ ആണ് നടത്തിയത്. അതായത് in 8 years, okay, they could actually, because of micro services architecture, ഇത് ചെയ്യാം. പക്ഷെ ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സാധനം കുറച്ചുകൂടി വളരെ പോപ്പുലർ ആയത് ഈ നെറ്റ്ഫ്ലിക്സ് did lot of work in this area. 5 million ചേഞ്ചസ് എന്ന് പറയുമ്പോ 13,000 സംതിങ് പെർ ഡേ വരില്ലേ? എത്ര? 13,000 ചേഞ്ചസ് പെർ ഡേ വരില്ലേ? അത് ആമസോൺ എത്ര സർവീസസ് ഉണ്ട്, അത്രയും റിലീസസ് ചെയ്യാൻ പറ്റിയെന്നാണ് അവര് പറഞ്ഞത്. ഇപ്പൊ അതൊക്കെ കൂടിയിട്ടുണ്ടാവും. ചിലപ്പോ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് ചിലപ്പോ 3 million ആയിട്ടുണ്ടാവും, കാരണം ചേഞ്ചസ് കുറവാന്നുള്ള ആർഗ്യുമെന്റ്. നെറ്റ്ഫ്ലിക്സ് കുറെ ടൂൾസ് ഇറക്കി ഡെവലപ്മെന്റ്. അവര് നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല, പല കമ്പനികളും ഓപ്പൺ സോഴ്സിലോട്ട് അവർക്ക് ഒരു എന്താ പറയുക ടെക് ഇമേജ് കിട്ടാൻ വേണ്ടി T-Mobile അങ്ങനെയുള്ളവരൊക്കെ ഇതിലോട്ട് ഇറങ്ങുകയും അവരുടെ ടൂള് റിലീസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അവർക്ക് ക്യാവോസ് മങ്കി ആണോ അവരുടെ നോക്കി ക്യാവോസ് മങ്കി ആണോ റെസീലിയൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള? പിന്നെ അവര് റിയാക്റ്റീവ് ഫ്രെയിംവർക്സില് ബേസ്ഡ് മൈക്രോ സർവീസസ് അവര് ക്ലയന്റിലും സെർവറിലും RX ഫ്രെയിംവർക്ക് ഉപയോഗിക്കാന്നുള്ളായിരുന്നു. അങ്ങനെ അവര് did port RX Java. പിന്നെ അവര് മറ്റേ യുറേക്കൊക്കെ എഴുതിയതവരല്ലേ? യുറേക്ക, പിന്നെ മറ്റേതായിരുന്നു ഈ അവരുടെ ഒരു റെസിഡൻസിയുടെ ജയുടെ മുകളിലും മുമ്പുണ്ടായിരുന്ന
സർക്യൂട്ട് ബ്രേക്കർ പാറ്റേൺ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത്? യുറേക്ക സർവീസ് ഡിസ്കവറി, മറ്റേ സർക്യൂട്ട് ബ്രേക്കർ പാറ്റേൺ പോളി .NET-ലാണ്. റെസീലിയൻസ് .jക്ക് മുമ്പ് ഹിസ്ട്രിക്സ്, ഇതൊക്കെ അവരാണ് ഇത് ചെയ്തത്. മാർട്ടിൻ ഫൗളർ wrote an influential article on this in his Blackie. Okay. അവിടെ പുള്ളി ഇങ്ങനെ 2015 മോണോലിത്ത് ആദ്യം എഴുതിയിട്ട് പിന്നെ മൈക്രോ സർവീസ് ആക്കണം എന്നൊക്കെയുള്ള ആർട്ടിക്കിൾ ആണ്. പുള്ളി എഴുതി വിടുന്ന കിറുക്കുകളെല്ലാം ആ 2014 മാർച്ച് 2014 ഇതാണ് പുള്ളിയുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ. പുള്ളിയുടെ കൂടെ ജെയിംസ് ലൂയിസ് കൂടെ എഴുതിയെന്ന് വെറുതെ എ ഡെഫിനിഷൻ ഓഫ് എ ന്യൂ. ഇതാണ് products not projects, smart endpoints and dumb pipes. പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ശരത്തെ. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തില് സ്മാർട്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടാക്കാൻ നോക്കിയാ ശരത്തെ പോയാലോ. മ്യൂട്ടാണ്. അതല്ല, അതെന്താണ് സ്മാർട്ട് എൻഡ് പോയിന്റ് വന്നാൽ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കാഫ്ക ഗൂഗിൾ ഫയൽ സിസ്റ്റം അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. ഞാൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂ അല്ല അവിടെ സംസാരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡെവലപ്മെന്റ് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് ഇവരെല്ലാം സ്മാർട്ട് ക്ലയന്റ് സിസ്റ്റംസ് ആണ്. കാരണം ഇപ്പൊ മാസ്റ്റേഴ്സിലെ അല്ല മറ്റേ ലീഡർ ഫോളോവർ എൻവയോൺമെന്റില് നിങ്ങൾ എങ്ങനെയാണ് മറ്റേ ഡാറ്റ ഫെച്ച് ചെയ്യണേ? കറക്റ്റ് ഡാറ്റ ഫെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സെർവർ ജസ്റ്റ് മറ്റേ മെറ്റാഡാറ്റയെ തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി പുൾ ചെയ്തെടുക്കണം. അപ്പൊ എറർ വരാം, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ. പക്ഷെ അത് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ മുകളിലത്തെ പ്രോട്ടോകോളിൽ ഹാൻഡിൽ ചെയ്തോണം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഈ മണ്ടത്തരം ഉണ്ടല്ലോ, ഈ മണ്ടത്തരം ഒന്നല്ല, ഇത് അപ്ലിക്കേഷൻ ആർക്കിടെക്ചറൽ ലെവലില് ഈ മറ്റേ ഈ പരിപാടി ഉണ്ടല്ലോ, സ്മാർട്ട് എൻഡ് പോയിന്റ്സ് ആൻഡ് ഡം പൈപ്സ് എന്നുള്ള അപ്രോച്ച് ഓർ മറ്റേ ഡം ക്ലയൻസ്, അത് റിസ്കാ. എപ്പോഴും വേണമെന്നില്ല. അതിപ്പോ മുകളിലത്തെ ലെയറിൽ എറർ ഹാൻഡിൽ ചെയ്താൽ മതി. ഈവൻ സിസ്റ്റം അവിടെ ഇവിടെയൊക്കെ അൺസ്റ്റേബിൾ ആണ്, നമ്മൾ ഡിറ്റക്ട് ചെയ്താൽ മതി. ഇപ്പൊ 98% ടൈമിലും കറക്റ്റ് ആയിരിക്കും, 2% മറ്റേ ഫോൾട്ട് ഉള്ളുവെങ്കിൽ അത് റിക്കവർ ചെയ്യാമല്ലോ പോളായിട്ട്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഈ ആർട്ടിക്കിളാണ് എന്താ പറയാ, ഇതിന്റെ URL വെറുതെ ഒന്ന് എടുത്തു വെക്കാം. ഓക്കെ. അപ്പൊ ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് T-Mobile. ഓക്കെ. അപ്പൊ T-Mobileലാണ് ഞാൻ ആദ്യമായിട്ട് എന്താ പറയാ എന്റെ ലൈഫില് 2016 എൻഡ് 2017 തുടക്കത്തില് ആണ് ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഞാൻ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്തു. അവരുടെ സെക്യൂരിറ്റി
മറ്റേ ഇതിനു വേണ്ടി, മനസ്സിലായില്ലേ? അതായത് അവർക്ക് കുറെ സെക്യൂരിറ്റിയുടെ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, ലോഗ് പ്രോസസ് ചെയ്യുക, പിന്നെ സ്റ്റാറ്റിക് അനാലിസിസ് എടുത്തിട്ടൊക്കെ ഇത് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി കുറച്ച് എഴുതിയ സർവീസസ്, അതായത് ഇപ്പൊ എന്റെ ഒരു കാര്യം പറഞ്ഞു, T-Mobile. അവർ ശരിക്കും ഡോക്കർ അല്ല, അവർ ഡോക്കർ ഉപയോഗിച്ചു, പക്ഷെ അവരുടെ കുബർനെറ്റിസ് അല്ല അവർ ഉപയോഗിച്ച അപ്പാഷയുടെ കണ്ടെയ്നർ റൺ ടൈമിന്റെ പേരെന്താ? റാക്കറ്റ് ആണോ? അപ്പാഷെ മെസോസ് ആണ് അവർ. അപ്പാഷെ മെസോസ് ആയിരുന്നു അവർ ഉപയോഗിച്ചത്. കുബർനെറ്റിസ് അന്ന് വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്, അതായത് പോപ്പുലർ അല്ല എന്തായാലും. കാരണം ഡോക്കർ മറ്റേ എന്താ പറയാ 2015 ഒക്കെ ആയിപ്പോ ഇത് ചെയ്തപ്പോ. ഇത് റൺ ടൈം എന്ന് പറയുമ്പോ കൂടുതലും ഡോക്കറിനോടല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുക? അല്ലല്ല, ഡോക്കർ ഇത് മറ്റേ അപ്പാഷെ മെസോസ് എന്റെ ഇതാണ്, ഓർക്കസ്ട്രേറ്റർ ആണെന്നാണ് എന്റെ നോക്കാം. Containerization, isolate, contain, control. Run software in a prepackaged file system storage. കണ്ട, മെസോസ് plays well with the existing. കണ്ട ഡോക്കറിനൊക്കെ മറ്റേ മെസോസ് കണ്ട കമ്പോസിങ് കണ്ടെയ്നർ, ഡോക്കർ കണ്ടെയ്നേഴ്സ്. പക്ഷെ മെസോസ് ആണ് എന്താ പറയാ, ഞാനിത് ആദ്യമായിട്ട് എൻകൗണ്ടർ ചെയ്തത്. പിന്നെയാണ് ഈ K8 എന്ന് പറഞ്ഞ സാധനം വന്നു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇന്ന് വന്ന് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഒരു ഫൈൻ ഗ്രൈൻഡ് REST implementation with endpoints packaged in a Docker or OCI container, deployed in a stateless cluster ആയി മാറി. ഓക്കെ, അപ്പൊ ഈ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ എന്താ പറയാ, മൈക്രോ സർവീസസ് എന്തായാലും 2014 ഡോക്കർ ടെക്നോളജി ഒന്നും അത്ര ഇതായിട്ടില്ല. കണ്ടെയ്നർ ഡിപ്ലോയ്മെന്റ് അത്ര പോപ്പുലർ അല്ല. അപ്പൊ ആൾക്കാർ ഡെവോപ്സ് 1ന്റെ കാലഘട്ടം, ഈ ഡെവോപ്സ് 2 ആണ് ഇത് ഇപ്പൊ ഡെവോപ്സ് 2 ആണ് ഇത്. കാരണം 2015 ഞാൻ USTക്ക് ഒരു ഡെവോപ്സ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആമസോൺ ബാക്ക് ഡിസൈൻ ചെയ്തത് ഞാൻ, മനസ്സിലായോ? അപ്പൊ അന്ന് മറ്റേ ഈ FreeBSD ജയിലുണ്ടെന്ന് അറിയാം, LXC അല്ല, LXD അതൊന്നും ഒരിക്കലും ഒരു ഇപ്പൊ ഡോക്കർ ഏത് വല്ല വന്നേന്ന് നോക്കിയാൽ 2010 നോക്കാവോ, ഡോക്കർ ഏത് വല്ല വന്നു? ആ 2013. പക്ഷേ ഇതൊക്കെ ഈ മറ്റേ വിക്കിപീഡിയയിലെ ഡേറ്റും നമ്മുടെ ആക്ച്വൽ ഒരു ടെക്നോളജി ഫാൻ ഔട്ട് ചെയ്ത ഡേറ്റും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഇപ്പൊ വന്നാൽ തന്നെ 2016 വിൻഡോസില് നേറ്റീവ് ഡോക്കർ സപ്പോർട്ട് വന്നു. അതിനു മുമ്പ് ബൂട്ട് ടു ഡോക്കർ അങ്ങനത്തെ, മനസ്സിലായില്ലേ? ബൂട്ട് ടു ഡോക്കർ അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടിയായിരുന്നു. അപ്പൊ ഒരു സ്റ്റേറ്റ്ലെസ് ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജിയാണ് ഡിഫോൾട്ട് ഏതിന്റെ, കണ്ടെയ്നർ റൺ ടൈംസിന്റെ.
പക്ഷെ നമുക്ക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ഓപ്പറേറ്റർ പാറ്റേൺ വെച്ചിട്ട് leverage to create to run stateful system databases. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ മറ്റേ K8 ഓപ്പറേറ്റർ ഫോർ ക്ലിക്ക് ഹൗസ് ഉണ്ടായിരുന്നു, ആൾട്ടിനേറ്റ് എഴുതിയ. അത് ഫോർക്ക് ചെയ്തിട്ട് അതിൽ കുറെ ചേഞ്ചസ് വരുത്തി. പിന്നെ പോസ്റ്റ്ഗ്രസ് SQLന്റെ ഓപ്പറേറ്റർ, പിന്നെ മറ്റേ ഇവരുടെ ഓപ്പറേറ്റർ കീപ്പർ, MySQL ഓപ്പറേറ്റർ ഒക്കെ ക്ലസ്റ്ററിൽ ഓടിക്കുമായിരുന്നു. ഒരു അദീപ് സിംഗ് എന്ന് പറഞ്ഞ പുള്ളിയൊരു മറ്റേ എന്താ പറയാ ഈ ഇതിലെ മിക്ക ഓപ്പറേറ്റേഴ്സും ട്വീക്ക് ചെയ്തിരും. ഓക്കെ, ഗോയിലാണ്. അപ്പൊ ഓപ്പറേറ്റേഴ്സ് ആർ റിട്ടൺ ഇൻ ഗോ. ഇവൻ ഈ എന്താ പറയാ ഗോഡസ് മറ്റേ ഗോ API വെച്ചിട്ടാണ് കുബർനെറ്റിസ് ഓട്ടോമേറ്റ് ചെയ്തത്. ഗോ API, പിന്നെ AWS CDK, പിന്നെ ടെറാഫോം ഫോർ Azure and AWS DIP. ഗോ API കുബർനെറ്റിസിന് വേണ്ടിയാട്ടോ. ഇത് അപ്പൊ ഫലത്തിൽ ഇപ്പൊ അങ്ങനെയാണ് മൈക്രോ സർവീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മൈക്രോ സർവീസസിന് നമ്മളൊരു ഹോളിസ്റ്റിക് ലെവലില്, ഞാൻ ഇവിടെ സ്ട്രാറ്റജി ലെവലിലും ഓപ്പറേഷൻ ലെവലിലും ഞാൻ ഇപ്പൊ ഡീൽ ചെയ്യുന്നില്ല. എഞ്ചിനീയറിംഗ് ലെവലിൽ നമ്മൾ ഹോളിസ്റ്റിക്കലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ടത് സ്കെയിൽ ക്യൂബ് എന്താണ്, അതിലെ ഫങ്ഷണൽ ഡീകമ്പോസിഷൻ എങ്ങനെ ചെയ്യാം. അപ്പൊ അവിടെ കോൺവേസ് ലോ വരും, റിവേഴ്സ് കോൺവേസ് ലോ ഓർ ഇൻവേഴ്സ് കുറെ ഇത് വരും. പിന്നെ ഈ വെർട്ടിക്കൽ സ്കെയിലിംഗും ഹൊറിസോണ്ടൽ സ്കെയിലിംഗും വെൽ നോൺ ആണ്. അപ്പൊ ഇവിടെ TDD ആയിട്ടാണ് ഒരു സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇപ്പൊ വന്ന് ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ സർവീസസ്, DDD, ഡെവോപ്സ്, പിന്നെ NoSQL, കാഫ്ക, സ്പാർക്ക് എല്ലാം മൈക്രോ സർവീസ് ആണ്. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ മൈക്രോ സർവീസസിന്റെ ട്യൂട്ടോറിയൽ ഉണ്ട് ഏതാ നമ്മുടെ വെബില്. പക്ഷെ മൈക്രോ സർവീസസിനെ കുറിച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ഇപ്പൊ ഈ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യണമല്ലോ. ഓക്കെ, ഇപ്പൊ മൈക്രോ സർവീസ് ഞാൻ T-Mobile കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൈക്രോ സർവീസസ് ഒരു റെജീം കാണുന്നത് മറ്റേ എന്താ പറയാ സ്റ്റേറ്റ് സ്ട്രീറ്റ് ബാങ്കിലാണ്. ഓക്കെ, പക്ഷെ അവരുടെ ടേക്ക് ഭയങ്കര, കാരണം അജയിലും മൈക്രോ സർവീസസും തമ്മിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫോളിലെ അവർ 6 weeks ഓഫ് എനി ഗ്രീൻഫീൽഡ് പുതിയ പ്രൊജക്ട് വാട്ടർഫോൾ ആയിരിക്കും. എന്നിട്ട് അവര് ഈ അസറ്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കും, ഏതാ VMസും ഒക്കെ വെച്ചിട്ട് പിന്നെ വെറുതെ അവിടെ നിന്ന് തുടങ്ങണം എല്ലാ പരിപാടി. മനസ്സിലായില്ലേ? സ്റ്റേറ്റ് സ്ട്രീറ്റ് ബാങ്ക് ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ഇവരുടെ ഒരു IT മാനേജറാണ് എന്നോട് ക്ലെയിം ചെയ്തത്, റെഡാറ്റ് ഒറിജിനൽ ക്ലൗഡ് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ എന്താ പറയാ ഈ T-Mobile നല്ല ഒബ്സർവേബിലിറ്റി പ്ലാറ്റ്ഫോം ഒക്കെ അവരുണ്ടാക്കി എടുത്തിരുന്നു കേട്ടോ. അവർ ഈവൻ സ്വാഗറിന് പകരമുള്ള കുറെ ഇപ്പൊ T-Mobile ഇതിൽ പോയാൽ നോക്കാൻ പറ്റും. പിന്നെ ഇവിടെയും എന്താ പറയാ ഈ
ഡാറ്റാഡോഗ് എന്നൊക്കെ കേൾക്കണത് ഞാൻ ഇവരുടെ ഇതാ. മനസ്സിലായോ? ഒബ്സർവബിലിറ്റിയുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഇപ്പൊ ഈ മൈക്രോ സർവീസ് നമ്മൾ സംസാരിക്കുമ്പോ ഈ ഇത് സംസാരിക്കണം, എന്താ പറയാ, 12 ഫാക്ടർ ആപ്പ് വേഴ്സസ് 15 ഫാക്ടർ ആപ്പ്. പിന്നെ ഓർക്കസ്ട്രേഷൻ വേഴ്സസ് കൊറിയോഗ്രാഫി. പിന്നെ റെസീലിയൻസ് പാറ്റേൺസ്, സർക്യൂട്ട് ബ്രേക്കർ, പിന്നെ നമ്മുടെ ഈ സർവീസ് ഡിസ്കവറി, അല്ല മറ്റേ നമ്മുടെ ഇത് വേണ്ടേ, ഈ ബാക്ക് ഓഫ്, റേറ്റ് ലിമിറ്റിങ്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതെന്താ വെച്ചാല് ഒരു ഇന്റർവ്യൂ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എനിക്കിപ്പോ ഇതിന്റെ ഉള്ളില് ഇപ്പൊ മേ ബി ഒരു മൈക്രോ സർവീസിൽ കുറെ വർക്ക് ചെയ്ത് എക്സൽ ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പരിചയമുള്ള ഒരു പുള്ളി 2016 ഒരു ഇന്റർവ്യൂവിന് പോയി. ഈ പുള്ളി അവിടെ നോക്കി കഴിഞ്ഞപ്പോ പുള്ളി മൈക്രോ സർവീസസ് പദം കേട്ടു. 2016 2015. അപ്പൊ പുള്ളിക്ക് ഒരു പണിയുണ്ട്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രസീദിന് അറിയത്തില്ലായിരിക്കും, നമുക്കൊന്ന് കുറച്ച് റിസർച്ച് എടുത്തിട്ട് അങ്ങനെ തോന്നാം. അങ്ങനെ ഈ മൈക്രോ സർവീസസ് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കോഴ്സ് ഗ്രൈൻഡ് സോവയ്ക്ക് പകരം ഫൈൻ ഗ്രൈൻഡ് പോവാം. ഞാനതിന് ഇത്ര ഈ ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ റിക്വയർമെന്റ് ഓഫ് മൈക്രോ സർവീസസ് ഡെവലപ്മെന്റ് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് ആഴ്ചയിൽ മാസത്തിൽ 2 ഡിപ്ലോയ്മെന്റിൽ നിന്ന് ഒരു മാസത്തില് 5 മില്യൺ ഡിപ്ലോയ്മെന്റ് നടത്താൻ പറ്റിയത്. അപ്പോ ഡെവലപ്മെന്റ് അവിടെ ഫാസ്റ്റ് ആയി. എനിക്കിപ്പോ തോന്നുന്നില്ല അന്ന് ഇപ്പൊ 2006 ആമസോണിന്റെ സൈസ് ഉള്ള എത്ര സിസ്റ്റംസ് ഇന്ന് വേൾഡിൽ ഉണ്ടാവും? വളരെ കുറവാ. 10,000 ഉണ്ടാവും, 1,000 ഉണ്ടാവും അല്ലേ? അതായത് VM ഇപ്പൊ സ്കെയിൽ ഇല്ല. അങ്ങനെയല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡെവലപ്മെന്റ് ഓട്ടോമേഷനും മോണിറ്ററിങ്ങും ഒരു നല്ല പൈസ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ സർവീസ് കൊണ്ട് ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ഓപ്പർച്യൂണിറ്റിയാ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഈ ഒരു ലേബല് വെച്ചിട്ട് കെക്കോഫോണി ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് നമ്മൾ പറയും മൈക്രോ സർവീസസ് നടപ്പാവോ, പറയും ഈ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കണോട്ടാ. അപ്പൊ എന്താണ് ഡിഫോൾട്ട് ഇന്റഗ്രേഷൻ സ്ട്രാറ്റജി? അപ്പൊ അവര് പറയും മറ്റേ ഓർക്കസ്ട്രേഷൻ ആണെന്ന്. ഈ ഓർക്കസ്ട്രേഷൻ എന്തിനാണ് സർക്യൂട്ട് ബ്രേക്കർ? ഐഡിയ കിട്ടിയോ? അപ്പൊ നിങ്ങളൊരു കോറിയോഗ്രാഫി എൻവയോൺമെന്റിലാണോ ഈ നെറ്റ്വർക്കിന്റെ ഏതെങ്കിലും? അപ്പൊ അവര് പറഞ്ഞത് ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്ത് ഒന്നാമത് ഞാൻ പറഞ്ഞ ഒരു ഡെവലപ്പറിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന സാധനമാണ് ഈ മൈക്രോ സർവീസസ്. അതൊരു CIOന്റെ അവിടെ നിന്ന് തുടങ്ങണ്ടേ? അതിനൊരു സ്ട്രാറ്റജിക് ആംഗിൾ ഉണ്ട്. അതായത് എവിടെ ഒന്നാമതെ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാല് റിച്ച് കമ്പനികളുടെ ഇൻഫൈനൈറ്റ് ബജറ്റ് ഉണ്ടെന്നാ. ഈവൻ ഈ റിച്ച് മാന്റെ കുഴപ്പം എന്താ, അവന്റെ ഏറ്റവും കുറവ് ലിക്വിഡിറ്റി ഉണ്ടാവുക. ശരിയല്ലേ? കാരണം അവന് ലിക്വിഡിറ്റി ഒരു പരിധിക്ക് കൂടിക്കഴിഞ്ഞാൽ അവൻ പോറാവും അല്ലേ? കാരണം അവന് അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഒരു പൈസക്കാരൻ്റെ ഒരു 100 രൂപ കിട്ടാനാ ബുദ്ധിമുട്ട്. കാരണം അവൻ നോക്കുമ്പോ 100 രൂപ ഇവനിപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അവനത് തിരിച്ചു തന്നില്ലെങ്കിൽ അവന്റെ പൊട്ടൻഷ്യൽ ഏർണിംഗ് പവർ ഒക്കെ നോക്കുമ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കും ഇല്ലേ? അപ്പൊ ഈ എല്ലാവർക്കും ഒരു ക്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിലോട്ട് വൺസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങള് സാൻഡ്രോ കാറിൽ നിന്ന് നിങ്ങള് BMW കയ്യിൽ കാശ് കിട്ടി അപ്പൊ തന്നെ മാറുമോ? ചെറുതെ
ഏഹ് അതിൻ്റെ അല്ല, ഞാൻ നോക്കണ വേറെ രീതിയിലാണ്. നിങ്ങളുടെ ഇതെന്താണ്? ഹലോ, പറഞ്ഞോ. ശരത്ത് ബിസിയാണോ? ആണെന്ന് തോന്നുന്നു. ഓക്കെ ആ ഓക്കെ. ശരത്തിന് മെസ്സേജ് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അല്ല, സംസാരിക്കാൻ പറ്റില്ല, മെസ്സേജ് അയക്കാൻ പറ്റില്ല. അപ്പം കാറിന്റെ കേസിലൊക്കെ ഞാൻ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഒരു വലിയ എക്സ്പെൻസും ആണ്, അത് ലയബിലിറ്റി ആണ്. അപ്പൊ അത് പെട്ടെന്ന് അതിലോട്ട് മാറണത് അതിന്റെ നീഡ് ഇല്ലാണ്ട് മാറണ മണ്ടത്തരല്ലേ. അത് തന്നെയാണ് മൈക്രോ സർവീസിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. ഉം. ഉം. അതായത് ഈവൻ ഒരു സ്റ്റാർട്ടപ്പ് വരെ ഞങ്ങൾ മൈക്രോ സർവീസിലെ ഡെവലപ്പ് ചെയ്യുന്നത് ഇതേ ആദ്യം മാർട്ടിൻ ഫോളർ കുറെ മണ്ടത്തരങ്ങൾ പറഞ്ഞു. മണ്ടത്തരങ്ങളല്ല, പുള്ളിയുടെ അഭിപ്രായം പറയും, അത് ആൾക്കാരെടുത്ത് നിങ്ങൾ ഉപയോഗിക്കും. ഈ ഉം. ഈ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ പൊങ്ങിയ അതേ സമയത്താണ് ഈ പോർട്ട്ലെറ്റ്സ്, പ്രോഗ്രസീവ് ആപ്പ്, ഉം. ഉം. അങ്ങനത്തെ സാധനങ്ങൾ ഉം. തുടങ്ങിയത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഉം. സെക്ഷൻസ് ഉം. ഒക്കെ ആയിട്ട് ആപ്പ് എഴുതണം. അപ്പൊ ഓരോ സെക്ഷനും അതാത് മൈക്രോ സർവീസ് ആയിട്ട് ടൈപ്പ് ആണ്. അപ്പൊ എനിക്ക് അവിടെ വിയോജിപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഇപ്പൊ ഗ്രാഫ്ക്യൂല് മാതിരിയുള്ള സാധനമോ അല്ലെങ്കിൽ അവിടെ ഒരു ഫസാഡ് സർവീസ് എഴുതുന്നതാണ് ഞാൻ അഡ്വക്കേറ്റ് ചെയ്തത്. മനസ്സിലായില്ലേ? ഉം. ഉം. അതായത് ജസ്റ്റ് ഈ സ്മാർട്ട് ഡം ക്ലയന്റ് എഴുതാന്നുള്ളായിരുന്നു എന്റെ സ്ട്രാറ്റജി. മനസ്സിലായില്ലേ? ഉം. മറ്റേ ഉം. ഇപ്പം മൈക്രോ സർവീസിനെ ഡയറക്ട്ലി ഇവര് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡം ക്ലയന്റ് അല്ലേ ആവുള്ളൂ, ഉം. അല്ലെ? സ്മാർട്ട് ആ. ക്ലയന്റ് ആവേണ്ടി വരും, ഇല്ലേ? കാരണം മൾട്ടിപ്പിൾ മൈക്രോ സർവീസസ് എന്നുള്ള ഡാറ്റ മസാജ് ചെയ്യേണ്ടി വരില്ലേ ക്ലയന്റ് സൈഡിൽ. ഉം. ഉം. അതെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഈ മൈക്രോ സർവീസസ് .io എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഉം. അതാണ് അതോ എന്താണ് ഒരു ഓതന്റിക് ഉം. ക്രിസ് റിച്ചർഡ്സൺ എന്ന് പറഞ്ഞാണ് അയാൾ അത് റിച്ചാർഡ്സൺ. അയാളാണ് ഈ മറ്റേ ക്ലൗഡ് ഫൗണ്ടറി ഒക്കെ ഉണ്ടാക്കിയത്. ഉം. ഉം. ശരിക്കും ഈ ഡോക്കറൊക്കെ പിക്ചറിൽ തന്നെയൊക്കെ മുമ്പ് ക്ലൗഡ് ന്യൂട്രൽ അപ്ലിക്കേഷൻ, അവർക്കൊരു കണ്ടെയ്നർ ഫോമാറ്റ് തന്നെ ഉണ്ടായിരുന്നു, ഓർക്കസ്ട്രേഷൻ. പിന്നെ സ്റ്റീൽടോ എന്ന് പറയുന്ന സാധനമുണ്ട്. സ്റ്റീൽടോ അത് ആൻഡ് സ്പ്രിംഗ് ക്ലൗഡ്. സ്റ്റീൽടോ .NET-നും ഈ സ്പ്രിംഗ് ക്ലൗഡ് പുള്ളി കുറെ ഇവന്റ് സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആഗ പാറ്റേൺ, ഒരു മാനിങ്ങിന്റെ ഒരു ബുക്കൊക്കെ ഉണ്ട്, മൈക്രോ സർവീസസ് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ളില് പണ്ട് ഒരു 10, 12, 10, 11 വെക്ടേഴ്സ് വരും. ഓരോ വെക്ടറിലും 10 ആട്രിബ്യൂട്ട് ഉണ്ടാവും. അപ്പൊ തൗസൻഡ്സ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതിലൊരു എന്റെ ഒരു തിയറി എന്തായിരുന്നു, ഒരു 200 വയബിൾ ആർക്കിടെക്ചർ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ മൈക്രോ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. ശരിയാണ്. അപ്പൊ മൈക്രോ സർവീസസ് .ioയിൽ പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അറിയാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്കെയിൽ ക്യൂബ് എന്ന് കേട്ടിട്ടുണ്ടോ? ലാലോ ആരണോ? ഈ പ്രസ്തുത കക്ഷിയാണ് എനിക്ക് ആദ്യമായിട്ട്, അതായത് മൈക്രോ സർവീസസിനെ കുറിച്ച് ഈ എന്താ പറയാ, ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയി, അത് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. ആരുണ്ടോ അവിടെ? ഹലോ, പോയാ? കാണാനില്ല. അപ്പൊ ഈ മൈക്രോ സർവീസസ് പോയിന്റ് ഓഫ് വ്യൂല് സ്കെയിൽ ക്യൂബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ ഞാൻ അതിൽ XYZ ഞാൻ കണ്ട ഓർഡറിലല്ല അത് കിടക്കണ്ടായിരുന്നു. അതായത് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്, വെർട്ടിക്കൽ സ്കെയിലിംഗ്, വെർട്ടിക്കൽ സ്കെയിലിംഗ്, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്, പിന്നെ ഫങ്ഷണൽ ഡീകമ്പോസിഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ സ്കെയിൽ ക്യൂബ് മൈക്രോ സർവീസ് X ആക്സിസിൽ ഹൊറിസോണ്ടൽ ഡ്യൂപ്ലിക്കേഷൻ,
വൈ ഉം. ആക്സിസിൽ ഫങ്ഷണൽ ഡ്യൂപ്ലിക്കേഷൻ ഉം. ഡികമ്പോസിഷൻ സോറി. സെഡ് ആക്സിസിൽ ഡാറ്റ പാർട്ടീഷനിങ്. ഇതാണ് സ്കെയിൽ ക്യൂബ്. ഉം. അപ്പൊ ഡാറ്റ പാർട്ടീഷനിങ്ങും ഷാഡിങ്ങും മറ്റേതൊക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആണ്. ഡാറ്റ ഓക്കെ. അപ്പോ മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റ, പിന്നെ എന്താ പറയാ, അപ്പൊ അതില് ഇതേ സ്കെയിൽ ബൈ ക്ലോണിംഗ് ആണ് എക്സ് ആക്സിസ്. സ്കെയിൽ ബൈ സ്പ്ലിറ്റിംഗ് സിമിലർ തിങ്സ് ആണ് മറ്റേ വൈ ആക്സിസിൽ. സ്കെയിൽ ബൈ സ്പ്ലിറ്റിംഗ് ഡിഫറെന്റ് തിങ്സ്, അതായത് ഫങ്ഷണൽ ഡീകോമ്പോസിഷൻ ആണ് ഈ വൈ ആക്സിസിൽ. അപ്പൊ ഫങ്ഷണൽ ഡീകോമ്പോസിഷൻ മൈക്രോ സർവീസസിൽ എങ്ങനെ ചെയ്യുന്നു വലിയൊരു ചോദ്യം. ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്, വെർട്ടിക്കൽ സ്കെയിലിംഗിൽ വരുന്നില്ല. ഡാറ്റ പാർട്ടീഷനിങ്, പിന്നെ ഫങ്ഷണൽ ഡീകമ്പോസിഷൻ. സ്കെയിൽ ബൈ ക്ലോണിംഗ് ആണ്. സ്കെയിൽ ബൈ ഡാറ്റ പാർട്ടീഷനിങ് എന്നാണ് ഞാൻ അതിന്റെ പേര്. ഡിഫറെന്റ് തിങ്സ് ആണ് അവിടെ സിമിലർ തിങ്സ് ആണ്. ഏത് സ്കെയിൽ ബൈ ഡാറ്റ പാർട്ടീഷനിങ്. ഈ മൈക്രോ സർവീസ് പറയുമ്പോ എപ്പോഴും ഈ ടേം വരും, DDD. കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ നമ്മുടെ പ്രസ്തുത കക്ഷിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ DDD ആണ് ഡിഫോൾട്ട് ഫങ്ഷണൽ ഡീകോമ്പോസിഷൻ സ്ട്രാറ്റജി എന്നാണ്. അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് അരുൺ ചോദിച്ചു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം DDD മാത്രമല്ല ഈ കിഡ് ഇൻ ദ ബ്ലോക്ക്. MDA ഉണ്ട്, മോഡൽ ഡ്രിവൺ ആർക്കിടെക്ചർ, ONGയുടെ. പിന്നെ ആർലോ ന്യൂസ്റ്റഡ് പാറ്റേൺ ഉണ്ട്. ആർക്കിടൈപ്പ് പാറ്റേൺ കാറ്റലോഗ് ഉണ്ട്. അതായത് ഇതാണ് മറ്റേ എന്റർപ്രൈസ് പാറ്റേൺ ആൻഡ് MDA എന്നുള്ള ബുക്കിലാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഫാക്ടറി അപ്രോച്ച് ഉണ്ട് മൈക്രോസോഫ്റ്റിന്റെ. പിന്നെ സോഫ്റ്റ്വെയർ ഒരു ഫാക്ടറി മേലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ലൈൻ അപ്രോച്ച്, അതൊരു ബുക്കിലാണ് കണ്ടത്. പിന്നെ വേരിയസ് ബിസിനസ് അനാലിസിസ് ഫംഗ്ഷൻ കാറ്റലോഗ്സ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം DDD വൺ ഓഫ് ദി കാറ്റലോഗ് ആണ്. ഓക്കെ. അപ്പൊ DDDയില് മറ്റേ സ്ട്രാറ്റജിക് ഡിസൈൻ ഉണ്ട്, ടാക്ടിക്കൽ ഡിസൈൻ ഉണ്ട്. അവിടെയാണ് ഈ യുബിക്വിറ്റസ് ലാംഗ്വേജ് ഓക്കെ. പിന്നെ ബൗണ്ടഡ് കോണ്ടെക്സ്റ്റ്, ഷെയർഡ് കേർണല്, പിന്നെ
മറ്റേ ആന്റി കറപ്ഷൻ ലെയർ, പിന്നെ ക്ലോഷർ ഓഫ് ഓപ്പറേഷൻസ് ഫോർ സർവീസസ്, മൊഡ്യൂൾസ് അഥവാ പാക്കേജസ്, ഡോട്ട് 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 കുറെ സാധനമുണ്ട്. മനസ്സിലായില്ലേ? ഇത് സ്ഥലത്ത് ഡി ഡിക്ക് ഒരു ടാക്ടിക്കൽ ഡിസൈൻ ഉണ്ട്. അവരെ ഞാനിപ്പോ എൻറ്റിറ്റീസ്, വാല്യൂ ഒബ്ജക്റ്റ്, ഒബ്ജക്ട്സ്, DTO, അഗ്രഗേറ്റ് റൂട്ട് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഞാൻ പിന്നെ കോമ്പോസിറ്റ് റിസോൾവ്ഡ് അഗ്രഗേറ്റ് ആണ്. മനസ്സിലായില്ല? ഇത് അഗ്രഗേറ്റിലെ മറ്റേ IDs ഉണ്ടാവുക മിക്കതിന്റെ. മനസ്സിലായില്ലേ? റിസോൾവ്ഡ് ആണ് അത് ഫുള്ള്. ഇപ്പൊ Amazon.com എന്റെ പ്രൊഫൈലിന്റെ അഗ്രഗേറ്റ് എടുക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ബുക്ക് ID ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ലുക്കപ്പ് എടുത്തിട്ട് വേണം മറ്റേ ബുക്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ. അപ്പൊ റിസോൾവ് ആണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈവൻ മറ്റേ സർവീസസിന്റെ ക്ലോഷർ ഓഫ് ഓപ്പറേഷൻസ് സ്റ്റേറ്റ്ലെസ് സർവീസസ് എഴുതാൻ ഉപയോഗിക്കാവുന്നതുണ്ട്. ഇതൊക്കെ ആൾറെഡി നമ്മുടെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ എന്റെ ഒരു DDDയുടെ ഒരു വിയോജിപ്പ് എന്താന്ന് വെച്ചാൽ, എന്റെ ടാക്ടിക്കൽ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. സ്ട്രാറ്റജിക് ടൂൾസ് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവേസ് ലോ എന്താന്ന് അറിയണം. പിന്നെ റിവേഴ്സ് കോൺവേസ് ലോ ആണെന്നുണ്ട്. ഒരു മിനിറ്റ്. ഇൻവേഴ്സ് കോൺവേ മനൂവർ. ഓ, അതിന് പേരൊക്കെ പറ്റിയവന്മാര്. ഇൻവേഴ്സ് കോൺവേ മനൂവർ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ കോൺവേസ് ലോ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ട്രക്ചർ ഓഫ് സോഫ്റ്റ്വെയർ ആർട്ടിഫാക്ട്സ് മിറേഴ്സ് the political structure of organization. അതായത് ഒരു ഡിവിഷനിൽ ഒരു ERP എഴുതുകയാണെങ്കിൽ അതിൽ 4 ഡിവിഷൻ ഉണ്ടെങ്കിൽ 4 മൊഡ്യൂൾ ഉണ്ടാവും. മനസ്സിലായ? 10 ഉണ്ടെങ്കിൽ 10 ആയിരിക്കും. പിടികിട്ടിയ? അപ്പൊ അങ്ങനെ വരുമ്പോ അവര് പറയും ഇൻവേഴ്സ് കോൺവേ മനൂവർ ചെയ്യണമെന്ന് പറയും. ഇൻവേഴ്സ് കോൺവേ മാന്യൂർ ആവാതിരുന്നാൽ മതി, വളമാവും ചിലപ്പോ. അതായത് ഇൻവേഴ്സ് കോൺവേ മനൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിനെ റിവേഴ്സ് ചെയ്യണം. അപ്പൊ അതിന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പറയുക? ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ ചെയ്യണം എന്ന് പറയണേ. നടക്കില്ല. അല്ല, അപ്പൊ നടന്നാൽ തന്നെ അപ്പൊ എന്താ പറയാ, ഇൻവേഴ്സ് കോൺവേസ് മനൂവർ എന്ന് എടുക്കുക, ICM. ICM assumes org restructuring. അപ്പൊ ഒരു ദാർശനിക പ്രശ്നം വരും. ഷുഡ് IT align with the enterprise or vice versa? അപ്പൊ
IT എന്റർപ്രൈസ് ആയിട്ട് അലൈൻ ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എന്റർപ്രൈസ് IT അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റി? എന്റർപ്രൈസ് IT അലൈൻമെന്റ് ഫെയിൽ ആവും. അതെ അതെ അതെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ഡൊമെയിൻ ഞാൻ വർക്ക് ചെയ്തൊരു കമ്പനിയിൽ വാൾമാർട്ട് മറ്റേ റീറ്റെയിലല്ലേ ശരിക്കും ഒരു ഡൊമെയിൻ പോയിന്റ് ഓഫ് വ്യൂ വരേണ്ടത്. പക്ഷെ അവിടെ വാൾമാർട്ട് ഒരു വെർട്ടിക്കൽ തന്നെയാണ്, ജോഗ്രഫിയിലാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. കാരണം ആ ബിസിനസ് കൊണ്ടുവന്ന ആള് വേറെ ആളാ. അപ്പൊ മിക്ക സ്ഥലത്തും ഒരു അപ്പൊ മൈക്രോ സർവീസസിന്റെ ഫങ്ഷണൽ ഡീകമ്പോസിഷൻ ഈസ് സൈറ്റ് സ്പെസിഫിക് ബിക്കോസ് ഓഫ് ദീസ് റീസൺ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്തുത കക്ഷിക്ക് പുള്ളി 8 കൊല്ലമായിട്ട് എന്നെ DDD പഠിപ്പിക്കാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ലാന്ന് ഇപ്പൊ പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞിട്ട് കയറുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ DDD മറ്റേ പല കാറ്റലോഗ്സ് ഉണ്ട്. അപ്പൊ ഇത് തന്നെ ഉപയോഗിക്കണം എന്നില്ലല്ലോ. എറിക് ഇവാൻസ് എന്ന് പറഞ്ഞ പുള്ളി ആ 2003-04 ടൈമിലെ ബെസ്റ്റ് പ്രാക്ടീസസ് കാറ്റലോഗ് ചെയ്തിട്ട് പുള്ളി ഒരു ബുക്ക് ഇറക്കി. ആ ബുക്കിന്റെ ഇത് അത്ര അതിന്റെ വൊക്കാബുലറിയും ഇപ്പൊ മാർട്ടിൻ ഫോളറിന്റെ പാറ്റേൺസ് ഓഫ് എന്റർപ്രൈസ് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺ ബുക്കിനോളം തന്നെ വാല്യുബിൾ ആയിരുന്നു ആ ബുക്ക്. ഒരു സ്റ്റാൻഡേർഡ് വൊക്കാബുലറി കിട്ടി, ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റി. പക്ഷെ ബിയോണ്ട് ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അതൊരു റൈറ്റ് അപ്രോച്ച് ടു മൈക്രോ സർവീസസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ മൈക്രോ സർവീസസിലെ GRPC ഉപയോഗിക്കണോ? ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? സർവീസ് ഡിസ്കവറി എങ്ങനെ നടത്തും? കുബർനെറ്റിസിന്റെ സർവീസ് ഡിസ്കവറി ഉപയോഗിക്കണോ? API ഗേറ്റ് വെച്ചിട്ട് അതെയോ മറ്റേ നമ്മള് ഈ യുറേക്ക അങ്ങനത്തെ, അതായത് ഓരോ ടെക്നോളജി സ്പെസിഫിക് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കണോ? അങ്ങനെ 100 കൂട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഇതാണൊരു ഇപ്പൊ എന്താ പറയാ ഒരു ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി മൈക്രോ സർവീസസ്. അപ്പോ ഇതില് എന്തൊക്കെയുണ്ട്, മറ്റേ എവിടെയൊക്കെയാണ് മിസ്സാക്കണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ കമന്റ് പ്രതീക്ഷിക്കുന്നു. എന്താ പറയാ, ഇത് ഡീറ്റെയിൽഡ് ആണ്, ഇങ്ങനെ തന്നെ. അല്ല അപ്പൊ ഞാൻ വേറെ എന്താണെങ്കിലും പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണ കേസ് വളരെ കുറവായിരിക്കുമല്ലോ. പിന്നെ കുറെയൊക്കെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഒക്കെ വരുമല്ലോ. അതെ, ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ റെസ്യൂം, അതായത് റെസ്യൂമേ ഡ്രിവൺ ഡിസൈൻ എന്ന് പറയും. ഡിസിഷൻസ് ആണ് മോസ്റ്റ്ലി. ഈ നിതിൻ ബോർവങ്കർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട്. നിതിൻ ബോർവങ്കർ, അതായത് പുള്ളി പറഞ്ഞ കാര്യം, ഡു നോട്ട് പുട്ട് യുവർ റെസ്യൂം ഇൻ ഫ്രണ്ട് ഓഫ് ദ റിക്വയർമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇത്. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ മൈക്രോ സർവീസസിലോട്ട് മോർ ആൻഡ് മോർ ഡെവോപ്സ് ടോപ്പിക് കടന്നു വരുന്നതും മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യം. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഇന്നിപ്പോ ഒരു ഓവർവ്യൂ ആയി. നെക്സ്റ്റ് നമുക്ക് ഡോട്ട് നെറ്റിന് എന്താ പറയാ, ഡോട്ട് നെറ്റിൽ എങ്ങനെ മൈക്രോ സർവീസസ് എഴുതാൻ നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യാം. എന്ത് പറയുന്നു? അത് കഴിഞ്ഞിട്ട് ജാവയിൽ എങ്ങനെ ചെയ്യാം. പിന്നെ ഈ മൈക്രോ സർവീസസിന് ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞില്ലല്ലോ, ലാംഗ്വേജിന്റെ കാരണം ആസ് ലോങ് ആസ് കോൺട്രാക്ട് പിന്നെ APIs ഇൻഡിപെൻഡന്റ്ലി ഡിപ്ലോയിഡ് ആയിരിക്കണം. കോൺട്രാക്ട് മ്യൂട്ടേറ്റ് ചെയ്യാൻ പാടില്ല. കോൺട്രാക്ട് മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേർഷൻ ചെയ്യണം. മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയാ,
ഫാൾ ബാക്ക് സ്ട്രാറ്റജി ഉള്ള മാതിരി മറ്റേ എന്താ പറയാ ഒരു പീരിയോഡിക് റിലീസ് സൈക്കിളിലൂടെ ഓൾഡ് വെർഷൻസ് റിക്കേറ്റ് ചെയ്ത് അതൊക്കെ ഇത് ചെയ്യുക. അതുപോലെ ഒരു മൈക്രോ സർവീസസ് ഗവേണൻസ് ആൻഡ് കംപ്ലയൻസിന്റെ ഇത് വരെ നല്ലൊരു ഗവേണൻസ് ആൻഡ് കംപ്ലയൻസ് ഫ്രെയിംവർക്ക് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു 3-4 കമ്പനികൾ 1000 ആൾക്കാരെ വെച്ചിട്ടൊക്കെയാണ് ഇപ്പോ എക്യുപാക്സ്, വാൾഗ്രീൻസ് ബൂട്ട്സ്, പിന്നെ വേറെ ഉണ്ട് മൈക്രോ സർവീസസ് പരമാവധി എഡ്ജിൽ ഒതുങ്ങുന്നത് ഞാൻ കണ്ടേക്കണം. ഈ കോർ സിസ്റ്റത്തിലോട്ട് മൈക്രോ സർവീസസ് എനിക്ക് Amazon.com മാത്രമേ അറിയാമുള്ളൂ. അവർക്ക് പൈസ കൂടിയിട്ടാന്ന് തോന്നുന്നു അല്ലേ? ഹലോ. അപ്പൊ ഈ 1-2 പോയിന്റ് കൂടി ആയിട്ട് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഈ എന്റർപ്രൈസ് IT അലൈൻമെന്റ്, അതായത് IT അനുസരിച്ച് എന്റർപ്രൈസ് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഏരിയയിൽ അത് പറ്റും. അതായത് എന്റർപ്രൈസ് ആർക്കിടെക്ചറെ ഇപ്പൊ IT ആസ് കോസ്റ്റ് സെന്റർ ഉണ്ട്, IT ആസ് അസറ്റ് ഉണ്ട്, IT ആസ് മറ്റേ എനേബിളർ ഉണ്ട്, IT ആസ് ഡ്രൈവർ ഉണ്ട്. ഇവിടെ ഇൻവേഴ്സ് കോൺവേ മാനൂവർ പോസിബിൾ എന്നുവെച്ചാ അതൊരു മസ്റ്റായി മാറും. ഇപ്പൊ ഈ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അനിയൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് മറ്റേ ക്യാമറയും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ഔപചാരികതയ്ക്ക് ഉണ്ട് വാങ്ങിച്ചു വെച്ചേക്കണം. പുള്ളിയുടെ സെയിൽ ടാക്സിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട്, മനസ്സിലായില്ലേ? എന്റെ സ്ഥാനത്ത് ഒരു 3-4 ഇപ്പൊ ഒരു ഈ നല്ലൊരു റീറ്റെയിൽ, പലർക്ക് റീറ്റെയിലും എല്ലാത്തും തമ്മിൽ വ്യത്യാസം ഒരു IT അവിടെ അസറ്റ് ആയതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? പിന്നെ ബാങ്ക്സും ഇൻഷുറൻസ് കമ്പനിയൊക്കെ എനേബിളേഴ്സ് ആണ്. അവർ ഡ്രൈവറാന്ന് പറയാൻ പറ്റില്ല. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിജിറ്റൽ കമ്പനീസ് ആണ് മോസ്റ്റ്ലി, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇൻവേഴ്സ് കോൺവെക്സ് മനൂവർ പോസിബിൾ ആണ്, മനസ്സിലായി? മറ്റേത് ടോപ്പ് ചെയ്യുന്നല്ല. അപ്പൊ ഈ പല മൈക്രോ സർവീസസ് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാര് ഇവ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ട ഇന്റർവ്യൂസ് മാതിരിയാ അല്ലേ? അതായത് ഞാൻ അതിന്റെ കണ്ടന്റിനെ ഞാൻ ഫോട്ടോഷോട്ട് എടുത്തില്ല കേട്ടോ. എക്സലന്റ് കണ്ടന്റ് ആണ്, അത് ഇതുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഡിസൈൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്ന പല വിഷയത്തിലും ഒരു എന്റർപ്രൈസ് അപ്ലിക്കേഷൻ ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നല്ല പരിമിതികളുണ്ട്. കാരണം മിക്ക അപ്ലിക്കേഷൻസും SLA ഡ്രിവൺ ആണ്. ഇനി ബിറ്റ്വീൻ ദ അപ്ലിക്കേഷൻ വിതിൻ ദ ഓർഗനൈസേഷൻ സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ട് ബിറ്റ്വീൻ ദ കൺസേൺ ആൻഡ് ക്ലയൻസ്. ഇനി അതേമാതിരി തന്നെ ബിറ്റ്വീൻ ദ ഡിവിഷൻസ് ഓപ്പറേഷൻ ലെവൽ എഗ്രിമെന്റ് ഉണ്ട്. ഇത്ര ടൈം അങ്ങനെ, ഡൗൺ ടൈം, അങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട്. അപ്പോ ഈ ആ ലെവലിൽ നോക്കുമ്പോൾ പല സിസ്റ്റത്തിന്റെ ഡിസൈൻ, ഇപ്പൊ Amazon.com അവർക്ക് ഇന്റന്റ് ക്യാപ്ചർ ചെയ്തിട്ട് അവരുടെ ഓർഡർ പ്രോസസിംഗ് സിസ്റ്റം പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരു വിൻഡോ അവർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയും എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കണം, മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് പൈപ്പ് ലൈൻ 3 മണിക്കൂറാണ്. എത്രയാണ് ഒരു ഓർഡർ പ്രോസസ് ചെയ്ത് തുടങ്ങാന്ന് പറയുന്നത്? അല്ല, ഇപ്പൊ അവര് അപ്പൊ തന്നെ പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പൊ 100 പേര് വന്നു കഴിഞ്ഞാൽ 10 കൺവേർഷൻ ഉണ്ടെന്ന് വെച്ചോ, 10% കൺവേർഷൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഒരു ദിവസം 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ ട്രാൻസാക്ഷൻസ് ആയി അവിടെ. അപ്പൊ ഈ 1 മില്യൺ ട്രാൻസാക്ഷൻസ് 1 മണിക്കൂർ കൊണ്ട് പ്രോസസ് ചെയ്യുന്നതും 3 മണിക്കൂർ കൊണ്ട് പ്രോസസ് ചെയ്യണത് തമ്മിൽ വ്യത്യാസമുണ്ടോ? അതാ പറഞ്ഞേ, അവർക്കൊരു ഇപ്പോ ആലിബാബയും ഇവരും കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ തമ്മിലൊരു ഈക്വിലിബ്രിയം ഉണ്ട്. അതായത് ഈ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബിസിനസ്. അപ്പോ ഇ കോമേഴ്സ് കമ്പനിയാണ്, അവരുടെ IT ബജറ്റിന് ഒരു ക്യാപ്പ് ഉണ്ടാവും.
അപ്പൊ അവര് എക്കണോമിക്കലായിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിൻഡോ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഈ പറഞ്ഞ സിസ്റ്റം ഡിസൈൻ ഇന്റർവ്യൂലൊന്നും അതിന്റെ ഒന്നും കാണുന്നില്ല. പക്ഷെ റിയൽ ലൈഫില് ഇപ്പോ ടാർജറ്റ് അല്ലെങ്കിൽ ടെസ്കോ, ഇവർക്ക് ഓൺലൈൻ പർച്ചേസും ഉണ്ട്, മറ്റേ നിങ്ങൾക്ക് അവരുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് അവിടെ പോവാം. അവരൊക്കെ ചോദിക്കുന്ന അവിടെയൊക്കെ ഒരു ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല സിസ്റ്റം ഡിസൈൻ മാതിരിയായിരിക്കും. അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിന് ഒരു എംഫസിസ്, കാരണം മിക്ക സിസ്റ്റംസിന്റെയും ഇവര് പറയുന്ന സ്കെയിലബിലിറ്റി നീഡ് പ്രോബ്ലം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് പേയ്മെന്റ് കമ്പനിയിലുണ്ട്. നമ്മൾ ഈ ആസിഡ് ട്രാൻസാക്ഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് പേയ്മെന്റ് മാനേജ്മെന്റ് കമ്പനീസിനെ നോക്കിക്കഴിഞ്ഞാലേ പേയ്മെന്റ് മാനേജ്മെന്റ് കമ്പനീസ് മിക്കവരും അതായത് നമ്മൾ ഈ ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി എന്ന് പറയില്ലേ, അതേമാതിരി ഒപ്റ്റിമിസ്റ്റിക് സെറ്റിൽമെന്റ് നടത്തിക്കളയും. അപ്പൊ വളരെ കുറച്ച് ഇതേ ഫോൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തുപറ്റുമെന്ന് വെച്ചാൽ അവര് അതിന് ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ്. അവര് അതും കൂടി ടേക്ക് കെയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് വല്ലവരും കൊണ്ടുപോകും. അപ്പൊ ഈ കൺകറൻസി ഓപ്ഷൻസും ട്രാൻസാക്ഷൻ ഓപ്ഷൻസും ലേറ്റൻസിയുടെ ഒക്കെ ഓപ്ഷൻസ് മാത്രമാണ്. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും കിട്ടും. അപ്പൊ അതൊന്നും ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ എവിടെയും ഞാൻ കണക്കിലെടുക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഒരു കൺസൾട്ടിങ് ആവരണമില്ലാത്ത ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അത്. ഇത് ഈ IT ആസ് കോസ്റ്റ് സെന്റർ ആസ് അസറ്റ് എനേബിളർ ഡ്രൈവർ എന്നുള്ള എന്റെ ക്ലാസിഫിക്കേഷൻ അല്ല കേട്ടോ. ഒരു അലയൻസിന്റെ എന്റർപ്രൈസ് പഴയ ഒരു എന്റർപ്രൈസ് ആർക്കിടെക്ട് ഉണ്ട്, ഗ്രിഗർ ഹോപ്പ് എന്നാണ് അവളുടെ പേര്. കേട്ടിട്ടുണ്ട് ഈ പേര്? ഇയാളാണ് എന്റർപ്രൈസ് ആർക്കിടെക്ടിംഗ് എന്റർപ്രൈസ് ഒരു ടോക്ക് ഉണ്ട്. അതിനാണ് എനിക്ക് ഈ ഐഡിയ വന്നത്. എനിക്ക് അതിന് മുമ്പ് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് ഈ കാര്യങ്ങള് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ കുറെ പാർട്ടീഷനിങ് സ്ട്രാറ്റജി, വെൻ യു സ്പീക്ക് അബൌട്ട് ഇറ്റ്, കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജിക് ലെവലിലും ഓപ്പറേഷൻ ലെവലിലും ഓപ്പറേഷൻ ലെവലിലാണ് ഏറ്റവും കൂടുതൽ കോൺസിക്വൻസ് ഉള്ളത്. അപ്പൊ അതിന് നല്ല കോസ്റ്റ് ആംഗിൾ ഉണ്ട്, സ്റ്റാഫിംഗ് വഴി അതൊക്കെ. അപ്പൊ അതൊരു സ്ട്രാറ്റജിക് ഡിസിഷൻ ആയിട്ട് കാസ്കേഡ് ചെയ്യുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ സൊല്യൂഷൻ ആർക്കിടെക്ട്സ് ഉണ്ടാവില്ലേ, അവരായിരിക്കുമല്ലോ ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ സർവീസസ് ആണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോ അതിന്റെ ഉള്ളില് ആണ് മൈക്രോ സർവീസിന്. അപ്പൊ മെയിൻ ഇപ്പൊ കുബർനെറ്റിസ് ഡിപ്ലോയ്മെന്റ് സർവീസ്, സ്റ്റേറ്റ്ലെസ് സർവീസ്, ഇനിയിപ്പോ സ്റ്റേറ്റ്ഫുൾ ആണെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. പിന്നെ ഈ എന്താ പറയാ ഡെവോപ്സ് റിലീസ് പൈപ്പ് ലൈൻസ് ഉണ്ടാക്കുക, ഷെയർഡ് ആയിട്ടുള്ള സർവീസസ് ഐഡന്റിഫൈ ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ ട്വീക്ക് ചെയ്യുക. അതേ ഒരു ഡെവലപ്പറെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ ഒരു ഇത് കുറച്ചും കൂടി മേ ബി ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ആണത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ, എന്റെ കക്ഷിയോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം ഉള്ളി വന്ന് ചൊറിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു മൈക്രോ സർവീസിന്റെ സെഷൻ തന്നെ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഇതായി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇക്വിപാക്സ്, വാൾഗ്രീൻസ് ബൂട്ട്സ്, Amazon.com, ഫ്ലിപ്കാർട്ട്, അവിടെയൊക്കെ ഈ പ്രിൻസിപ്പൽ എഞ്ചിനീയേഴ്സിനെയൊക്കെ ഞാൻ വിളിച്ച് ഇപ്പൊ ഞാൻ മെന്റർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ നിന്നൊക്കെ ഇൻഫർമേഷൻ പീസ് ടുഗദർ ചെയ്തിട്ടാണ് ഞാൻ എന്റെ മൈക്രോ സർവീസ് സ്ട്രാറ്റജി ഉണ്ടാക്കി. ഇപ്പൊ കമ്മിങ് ഡേയ്സിൽ ഞാൻ DDDയുടെയും മറ്റേ മൈക്രോ സർവീസിന്റെ വീഡിയോ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ടോക്സ് ഇല്ലേ, നെറ്റ്ഫ്ലിക്സിന്റെ ഇപ്പൊ ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ എഞ്ചിനീയറിംഗ് ബ്ലോഗ്, ആമസോൺ, അതിലൊക്കെ ഇൻസൈറ്റ് ഉണ്ട്. ഏതാ മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. മെയിൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൈക്രോ സർവീസ് ശരിക്കും പറഞ്ഞൊരു ഡിപ്ലോയ്മെന്റ് ലെവൽ സ്റ്റഫാണത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മോണോറെപ്പോ വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എഴുതാം, മറ്റേ ഡിഫറെന്റ് റെപ്പോ വെച്ചിട്ട് മോണോലിത്തും എഴുതാം. മനസ്സിലായോ? അപ്പൊ അതൊരു വലിയ ഇതാണ്. ഇതൊക്കെയാണ് കമ്മിങ് ഡേയ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ തിങ്ക് ഒരു കുറെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോ റെക്കോർഡിംഗ് ഓഫ് ചെയ്തോളൂ.